പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹബക്കുക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും, ഒലിവ് മരത്തിൽ കായ്കൾ ഇല്ലാതായാലും, വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും, ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും, കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും, ഞാൻ കർത്താവിൽ ആനന്ദിക്കും. എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. ഹബക്കുക്ക് പ്രവാചകന്റെ ഈ പ്രാർത്ഥന നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളുടെ ശൈലിയായി മാറട്ടെ. പ്രതീക്ഷകളെല്ലാം ഒന്നിനു പുറകെ ഒന്നായി അസ്തമിക്കുമ്പോഴും, എല്ലാ വഴികളും അടഞ്ഞുവെന്ന് നമുക്ക് തോന്നുമ്പോഴും, ഇനി എങ്ങനെ മുന്നോട്ടു പോകുമെന്ന് പകച്ചു നിൽക്കുന്ന എല്ലാ അവസ്ഥകളിലും പ്രവാചകന്റെ ഈ വാക്കുകൾ നമ്മളെയും ശക്തിപ്പെടുത്തട്ടെ. ഫലം നൽകുമെന്ന് വിചാരിച്ചാണ് വയലിൽ ഏതൊരു കർഷകനും വിത്ത് പാകുന്നത്. എന്നാൽ ആ വയലിൽ ധാന്യമൊന്നും വിളയുന്നില്ല എന്ന് കാണുമ്പോൾ എത്ര വലിയ നിരാശയായിരിക്കും ഒരു കർഷകന്റെ മനസ്സിൽ നിറയുന്നത്. ഇതുപോലെ പലതും സംഭവിക്കും, നടക്കും എന്ന് നമ്മൾ വിചാരിക്കുമ്പോഴും ചില അവസരങ്ങളിൽ എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചുവെന്ന് നമുക്കും തോന്നാം. എന്നാൽ തിരുവചനം നമ്മളോട് ആവശ്യപ്പെടുന്നത് ഈ പ്രതിസന്ധികളുടെ നടുവിലും നീ കർത്താവിൽ സന്തോഷിക്കണം എന്നാണ്. കാരണം കർത്താവാണ് നമുക്ക് ബലം നൽകുന്നത്. ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുവാൻ കാലതാമസം വരുമ്പോൾ ഓർക്കുക, നമ്മുടെ ബലമായ കർത്താവ് നമുക്കായി ഏറ്റവും ഉചിതമായ ഒരു അനുഗ്രഹം കരുതി വച്ചിട്ടുണ്ടെന്ന്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒന്ന് ലഭിക്കുവാൻ അല്പമൊന്ന് കാത്തിരിക്കുന്നതും നല്ലതാണെന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കും. നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുന്നവരായിരിക്കാം. ഇന്ന് കർത്താവ് നമ്മളോടും പറയും, ഈ കാത്തിരിപ്പിനൊടുവിലും നീ സന്തോഷിക്കണം. കാരണം കർത്താവ് നിനക്കായി വലിയ ഒരു നന്മ ഒരുക്കി വച്ചിട്ടുണ്ട്. ഇന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടേണ്ട എല്ലാ പ്രതിസന്ധികളെയും തടസ്സ മേഖലകളെയും പരിപൂർണമായി നമുക്ക് കൊടുക്കാം. ആയിരിക്കുന്ന അവസ്ഥയിൽ കർത്താവിൽ സന്തോഷിക്കാം. അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കുവാൻ ശക്തനായ ദൈവമാണെന്ന് എപ്പോഴും ഓർക്കുക. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.